ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വിഷു ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ വിഷു ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് തിരുവനന്തപുരത്ത് എത്തി. അപ്പോൾ വിഷുവിന് നാട്ടിൽ പോയപ്പോൾ അവിടെ വെച്ചെടുത്ത കുറച്ച് വീഡിയോസ് ഒക്കെ കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. ഇപ്രാവശ്യം ഞങ്ങൾ നാട്ടിലോട്ട് പോയപ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരാളെന്ന് പറയുന്നത് ചിന്നുവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അവിടെ ഒരു കൂട്ടുകാരിനെ കിട്ടി. അവളെക്കാളും ഒരു വയസ്സിനൊക്കെ മൂപ്പുണ്ടാവുള്ളൂ. ശിവന്യ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടിയുടെ കൂടെയായിരുന്നു ഫുൾ ടൈം. കാണാൻ പോലും കിട്ടിയിട്ടില്ല ചിന്നുവിനൊന്ന്. ഭക്ഷണം കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഫുൾ കറക്കമായിരുന്നു. പിന്നെ വൈകുന്നേരം ഞങ്ങള് കലാഭവൻ പാർക്കിലോട്ട് കൊണ്ടുപോകും ചില ദിവസങ്ങളില്. അപ്പൊ അവിടെ പോയി അവിടെ സ്ലൈഡിലും ഊഞ്ഞാലിലൊക്കെ കയറി കളിക്കും. ഞങ്ങൾ തിരിച്ചു വരും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇത് അതുപോലെ ഞങ്ങള് പാർക്കിൽ പോയി അന്ന് അവൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ബ്രെഡ് ഫാക്ടറി എന്നാണെന്ന് തോന്നുന്നു, ബേക്ക് ഫാക്ടറിയോ അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഫ്രൈസും ഒരു പിസ്സയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉള്ള പിസ്സയായിരുന്നു കേട്ടോ. എന്താ പറയാ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ പറയാ, അങ്ങനെ നോർമലി അങ്ങനെ നമ്മള് പുറത്തുനിന്ന് അങ്ങനെ കഴിക്കുമ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് അവിടുന്ന് പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ് പിന്നെ ആഡ് ചെയ്തിരിക്കുന്നത്. പിറ്റേ ദിവസം നമ്മൾ അവിടെ പോയത് ടേസ്റ്റി സെൽസ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലാണ്. അവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഫുഡായിരുന്നു. ടേസ്റ്റി സെൽസിന്റെ ലൊക്കേഷൻ വരുന്നത് ചാലക്കുടിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. എന്താ പറയാ, പണ്ടതൊരു ധാബയായിരുന്നു. ഇപ്പൊ അത് റെസ്റ്റോറൻ്റ് ആക്കി മാറ്റിയതാണ്. ഞാനിതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത്. പക്ഷെ വർത്തായിരുന്നു, നല്ല ടേസ്റ്റ് ഉള്ള ഫുഡായിരുന്നു. ഇതെന്താ ചില്ലി ബീഫ് കൊത്തു പൊറോട്ട. എങ്ങനെയുണ്ട് പാത്തിട്ടോ കൊത്തു പൊറോട്ട? എങ്ങനെയുണ്ട് ഒരു പ്ലേറ്റ് ആണ്? എങ്ങനെയുണ്ട് കുഞ്ഞാവി ബിരിയാണി? തീർന്നല്ലോ. എല്ലൊന്നുമില്ലേ? എല്ലൊക്കെ തീർത്താ? അതിനിപ്പോ മന്തിയും പെരി പെരി അൽഫാമും വന്നു. അതും നല്ല നല്ല ടേസ്റ്റ് ഉള്ള ഫുഡായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്തത് പാൽ പൊറോട്ടയായിരുന്നു ഓർഡർ ചെയ്തത്. അത് ഭയങ്കര ഡെക്കറേഷൻ്റെ ചട്ടിയിലൊക്കെയാണ് വന്നത്. പക്ഷെ സൂപ്പർ ആയിരുന്നു. ഞാൻ ചങ്ങനാശ്ശേരിയിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്. അന്ന് ഭയങ്കര മോശമായിരുന്നു. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല, ഭയങ്കര ക്വാണ്ടിറ്റി ആയിരുന്നു കേട്ടോ. ബാക്കി പാഴ്സൽ ചെയ്തു. എങ്ങനെയുണ്ട്? കഴിച്ചോട്ടെ. എങ്ങനെയുണ്ടേ? ഞാനപ്പോ കഴിച്ചിട്ടിരിക്കുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഐസ്ക്രീം മുഖ്യമാണല്ലോ. ഞാൻ ഫ്രഷ് ലൈം ആയിരുന്നു കേട്ടോ പറഞ്ഞത്. പക്ഷെ അതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അച്ഛനും മോളും ഐസ്ക്രീമാണ് ഓർഡർ ചെയ്തത്. അപ്പൊ അവർ രണ്ടുപേരും കൂടി ആസ്വദിച്ചിരുന്ന് ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. പക്ഷെ അപ്പുറത്ത് ഇപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് ഐസ്ക്രീം കഴിക്കുന്നുണ്ട്, പക്ഷെ കൊടുത്തില്ല. ഈ ചൂട് സമയത്ത് ഇടയ്ക്ക് ഒരു ഐസ്ക്രീം കഴിക്കുന്നതൊക്കെ ഭയങ്കര സുഖമുള്ള ഒരു കാര്യമാട്ടോ. ഇങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഭയങ്കര സുഖമല്ലേ. ചിലപ്പോ ഞങ്ങൾ ചാലക്കുടി പോയിട്ടുണ്ടല്ലോ, ഒരു മഴ പോലും അവിടെ പെയ്തിട്ടില്ല. വിഷുവിന്റെ അന്ന് മാത്രമാണ് ഒരു മഴ കിട്ടിയത്. പക്ഷെ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് അത്യാവശ്യം മഴയുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല. എന്തൊരു ചൂടായിരുന്നു. ചിന്നുവാണെങ്കിൽ ഫുൾ ടൈം വയർത്തുകൊണ്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഭയങ്കര ചൂടാട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ബാക്കി ഫുഡൊക്കെ പാഴ്സൽ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോ അവളവിടെ ഓടിക്കളിക്കുവാണ്. ഓടിക്കളിച്ചൊരു വീഴ്ചയൊക്കെ കഴിഞ്ഞ് ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. സ്ലൈം വാങ്ങിക്കണ്ടല്ലേ പറഞ്ഞേ? സ്ലൈം വാങ്ങിക്കണ്ട, എനിക്ക് ടോയ്. പിറ്റേ ദിവസം ഞങ്ങള് കാവുങ്ങലിൽ പോയ വീഡിയോ കേട്ടോ. സ്ലൈം ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ സ്ലൈം ചോദിച്ച കരഞ്ഞതിന്റെ ഒരു വീഡിയോ കണ്ടില്ലേ? ഇപ്പൊ സ്ലൈം ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് ഞാൻ കാവുങ്ങലിൽ പോയപ്പോ അവിടെയൊക്കെ ഫുള്ളൊന്നൊക്കെ ഇറങ്ങി നടന്നതാണ്. ഓരോ സാധനങ്ങൾ ഓരോ സെക്ഷനിലൊക്കെ ആയിട്ട്.
എന്നിട്ട് ഞങ്ങൾ സ്ലൈമൊക്കെ വാങ്ങിച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ഇതേ മാഡം അവിടെ ഇരുന്ന് അപ്പം തന്നെ ഐസ്ക്രീം കഴിക്കണം. വീട്ടിൽ പോയിട്ട് കഴിക്കാനുള്ള ഒരു സാവകാശമൊന്നുമില്ല. അപ്പം തന്നെ കഴിച്ചിട്ടൊക്കെയാണ് അവിടെ നിന്ന് പോകുന്നത്. അതായത് നിന്ന് ഐസ്ക്രീം കഴിക്കുക. ആൾക്ക് ഈ ചൂട് ചാലക്കുടി പോയതിന് ശേഷം ഐസ്ക്രീമിനോട് ഭയങ്കര താല്പര്യം കൂടുതലാണ്. ചൂട് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് ഇരുട്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോ. താങ്ക് യു. അത് കഴിഞ്ഞപ്പോ അവിടെ റോട്ടിൽ നിന്ന് പൂവൊക്കെ പറിച്ചിട്ട് എന്താണെന്ന് അറിയാമോ ഗൈസ്? ഇതാണ് പെരിഞ്ചീരകം. കൊള്ളാല്ലേ? ആ കാണുന്നത് ഫുൾ സൂര്യകാന്തി. നമ്മൾ ആദ്യമായിട്ട് കാണുന്നല്ലേ? അതെ അതെ. ഫുള്ള് ഇതാണ് പെരിഞ്ജീരകത്തിന്റെ പൂവ്. ഇല്ല, ഇത് ആവുന്നു. ഇതാണ് പെരിഞ്ജീരകത്തിന്റെ ഇല. ഞാൻ വിചാരിച്ച അസ്പരാഗസ് ആയിരിക്കും എന്ന് വിചാരിച്ച. അത് റോസ്മേരി അല്ല, കളഞ്ഞതല്ലടാ, പോയതാ കയ്യിൽ നിന്ന്. പെരിഞ്ജീരകം ഉണ്ടായി നിൽക്കുന്നു. എന്താണോ അല്ലേ അവര് വിളവെടുക്കാത്ത? കൊറേ ഉണ്ട് അവിടെയും സൂര്യകാന്തി. ഇവരെപ്പോഴും കൃഷി ഇറക്കാറുണ്ടായിരുന്നു ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി. കുഞ്ഞിത്തേ കുഞ്ഞിത്തേങ്ങ പാർക്കിൽ പോയിട്ട് കളിച്ചോ ചിന്നു? എന്തിലൊക്കെ കേറി? സൈഡിലും ഊഞ്ഞാലിലും. തിരക്കുണ്ടായിരുന്നോ? തിരക്കില്ല. ആണോ? എന്നാ നമുക്കിനി കടപ്പാം. ഇതൊക്കെ ഓണം ആകുമ്പോ ആവശ്യം വരും ഈ ചെടികളൊക്കെ.